നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിഷ്ണുവേട്ടൻ എപ്പോഴും അതിന് ബുദ്ധിമുട്ടിക്കണ്ട. പഴയ ജനറേഷന് ഇതൊക്കെ സെൻസിറ്റീവ് അല്ലേ, അവർക്ക് ഒരു മനപ്രയാസം ഉണ്ടാക്കണ്ട. അതുകൊണ്ട് ഇത് ഞാൻ തന്നെ സ്ഥിരമായിട്ട് കഴുത്തിലിടാൻ തീരുമാനിച്ചു. ഇനി ഒരു വെക്കുന്നില്ല. മിടുക്കിയാണല്ലോ, എല്ലാ പഴുതും അടച്ചു. വിഷ്ണുവേട്ടാ, എന്തെങ്കിലും വഴി കിട്ടിയോ? രാത്രി മുഴുവൻ ഉറക്കളിച്ചിരുന്ന് ആലോചിച്ചു. എന്റെ തലയിലൊന്നും വരുന്നില്ല. ഇതിപ്പോ നമ്മൾ ശരിക്കും ട്രാപ്പിലായല്ലോ. വിഷ്ണുവേട്ടന് ശാലിനിയിലേക്കും എനിക്ക് ഹർഷനിലേക്കും എത്താനുള്ള വഴി മാത്രമായിരുന്നില്ലേ ഈ കള്ളക്കല്യാണം? അതിന് ശാന്തി മുഹൂർത്തമൊക്കെ കുറിക്കാന്ന് പറഞ്ഞ ഇടൂ, ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിക്കുന്ന ആർക്കും അറിയില്ലല്ലോ. ഒരർത്ഥത്തിൽ നമ്മുടെ അഭിനയം ഫലം കാണുന്നുള്ള സൂചന ഇപ്പോഴത്തെ ഈ ശാന്തി മുഹൂർത്തം കുറിക്കലൊക്കെ. അത് മനസ്സിലാക്ക്. എടോ, അതായത് നമ്മളിപ്പോ ശരിയായ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിയായ റൂട്ടോ? ഈ ശാന്തി മുഹൂർത്തം കുറിക്കലിന്റെ കാര്യം ഹർഷൻ എങ്ങാനും അറിഞ്ഞ എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഭാര്യ ഭർത്താക്കന്മാരെ അഭിനയിച്ചെന്ന് പറഞ്ഞ അവന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഇത് പിന്നെ ശാന്തി മുഹൂർത്തത്തിന്റെ ചടങ്ങുകൾ, അതൊക്കെ അടുത്ത് ഇടപഴകേണ്ടതാ. എത്രയെന്ന് വെച്ചാ ഒഴിഞ്ഞു മാറാൻ പറ്റുക? അവർക്കൊക്കെ സംശയം തോന്നും. അപ്പോ ഇത്രയും കഷ്ടപ്പെട്ടത് കൂടി വെറുതെയാകും. നമ്മൾ നടത്തുന്നത് നാടകമാണെന്ന് തിരിച്ചറിഞ്ഞ പിന്നെ സത്യം എന്നെ ചവിട്ടി പുറത്താക്കും. ഹർഷം മടങ്ങി വരുന്നതിന് മുൻപ് അച്ഛൻ ആ ജയശങ്കറിനെ കൊണ്ട് എന്നെ കെട്ടിക്കുകയും ചെയ്യും. വിഷ്ണുവേട്ടന്റെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനമാകും. മധുശ്രീ വെയിറ്റിംഗില്ല. എന്റെ കാർത്തികേ, ഇയാളെന്റെ തല ചൂടാക്കല്ലേ. ഇത്രയും നാൾ ഇവിടെ ആർക്കും സംശയമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആ ചെറിയ സമാധാനത്തിലാണ് ഞാൻ. അത് വിഷ്ണുവേട്ടന് വെറുതെ തോന്നുന്നതാ. സത്യം ഒരു നേർബുദ്ധിയാണെന്ന് ഞാൻ സമ്മതിച്ചു. പക്ഷേ വിഷ്ണുവേട്ടന്റെ അച്ഛനടക്കം ഇവിടെ എല്ലാവർക്കും കാഞ്ഞ ബുദ്ധിയാ. ഇവിടുത്തെ ചുമരുകൾക്ക് പോലും കാതുണ്ട്. ഏത് നിമിഷവും നമ്മൾ പിടിക്കപ്പെടാം. ഞാൻ ഓരോ നിമിഷവും ഇവിടെ തള്ളി നീക്കുന്നത് എങ്ങനെയാണെന്ന് വിഷ്ണുവേട്ടൻ അറിയോ? ഒരു സംഘം പോലീസുകാർക്കിടയിൽ ഒരു മോഷ്ടാവ് പതുങ്ങിയിരിക്കുന്നത് പോലെ. ഒരു വൈരമാല എന്റെ കയ്യിലിരിപ്പുണ്ട്. ആ മാല മോഷണം പോയ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക പോലീസുകാര്. അവർക്കിടയിൽ തന്നെ കുടുങ്ങിക്കിടക്കുക ഞാൻ. പുറത്തേക്ക് പോകാൻ ഒരു വഴിയില്ല. എത്ര സമയം, എത്ര കാലം ഇവിടെ കുടുങ്ങിക്കിടക്കണമെന്ന് എനിക്കറിയില്ല. അതിനിടയിൽ എപ്പോ വേണമെങ്കിലും പിടി വീഴാം. ആ ഓർമ്മ ആദ്യമാ ഓരോ നിമിഷവും. അതിന്റെ ഒരു പിടപ്പ് അനുഭവിച്ചാലേ അറിയാൻ പറ്റൂ. എന്റെ ഹൃദയമെടുപ്പ് എനിക്ക് തന്നെ അറിയാൻ പറ്റുന്ന പോലെ. അത് കുളിക്കാൻ കയറി പൂരി വെച്ചതാ. അവിടെ പതിവുള്ളതല്ലോ, അതാ ഈ മറവി. അതെ, മറവിയൊന്നും വേണ്ട, എപ്പോഴും ഓർമ്മ വേണം. ഇടോ, അമ്മയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വലിയ വിശ്വാസ. അമ്മയ്ക്കൊരു സംശയത്തിനൊന്നും ഇട കൊടുക്കണ്ട. അമ്മയ്ക്ക് സംശയത്തിന് ഇട കൊടുക്കണ്ടെന്നോ? എന്ത് സംശയം? അത് ശരിയാ. ഇതൊക്കെ സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങളാ. പ്രത്യേകിച്ചും താലിമാലയുടെ കാര്യം. പഴയ തലമുറയ്ക്ക് അതൊക്കെ ഭയങ്കര സെൻസിറ്റീവ് അല്ലേ?
താലിമാല ഊരിവെക്കാൻ പാടില്ലെന്നാ. ഊരി വെച്ചാ പിന്നെ ഭർത്താവ് തന്നെ കഴുത്തിൽ അണിയിച്ചു കൊടുക്കണം. ആര്? ഞാനോ? ഇപ്പോ ഇവിടെ വിഷ്ണുവേട്ടനല്ലേ ആ റോള്? ഞാൻ മാല ഇട്ട് തരാനോ? അപ്പൊ അതൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, ഇത് ഊരിയൊക്കെയായിരുന്നാ മതി. ഞാൻ മാല മറ്റുള്ളവരുടെ കാര്യത്തിൽ അങ്ങനെ വേണോന്നാ ഞാൻ പറഞ്ഞത്. നമുക്കതിന്റെ ആവശ്യമില്ലല്ലോ. ശ്യാമയോ? എന്താ അവിടെ തന്നെ നിക്കണേ? ഇങ്ങോട്ട് വാ. എന്റെ അമ്മയെ ശ്യാമ വന്നത് അറിഞ്ഞതുപോലുമില്ല. വല്ലത് കേട്ടാണോ? എങ്കില് അവളുടെ നോട്ടത്തിലൊരു പന്തികളുണ്ടല്ലോ. നീ വന്നിട്ട് കുറച്ചേരായോ? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. ആ നിങ്ങൾ താലിമാലയുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. താലിമാല ഇട്ടില്ല എന്നുണ്ടെങ്കിൽ സത്യമ്മയ്ക്ക് സംശയം ഉണ്ടാവുമെന്നൊക്കെ. സംശയം? സംശയം എന്നല്ല, ദേഷ്യം 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 എന്നാ ഞാൻ പറഞ്ഞേ. അമ്മക്ക് ഈ കാര്യത്തിലൊക്കെ വലിയ വിശ്വാസമല്ലേ? ദേഷ്യമൊന്നല്ല, സംശയമൊന്നും തന്നെയാ വിഷ്ണുവേട്ടൻ പറഞ്ഞത്. ഞാൻ ശരിക്കും കേട്ടതാ. എടേ അത് ചിലപ്പോ പറഞ്ഞപ്പോ മാറിപ്പോയതായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ അമ്മ എന്തിനിപ്പോ ഞങ്ങളെ സംശയിക്കണേ അല്ലേ? നമ്മുടെ അല്ല ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതല്ലേ? ആ അതെല്ലോ. അത് പിന്നെ എന്തിനാ വിഷ്ണുവേട്ടാ കാർത്തികയുടെ കഴുത്തിൽ താലിമാല ഇട്ട് കൊടുക്കാൻ മടി? താലിമാല അതിപ്പോ എന്താ വെച്ചാലേ എപ്പോഴും ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിന് എപ്പോഴും ഇട്ട് കൊടുക്കണ്ടല്ലോ, ഊരി വെക്കുമ്പോ മാത്രം പോരെ? അത് വിഷ്ണുവേട്ടനെ എപ്പോഴും അതിന് ബുദ്ധിമുട്ടിക്കണ്ട. പഴയ ജനറേഷന് ഇതൊക്കെ സെൻസിറ്റീവ് അല്ലേ, അവർക്ക് ഒരു മനപ്രയാസം ഉണ്ടാക്കണ്ട. അതുകൊണ്ട് ഇത് ഞാൻ തന്നെ സ്ഥിരമായിട്ട് കഴുത്തിലിടാൻ തീരുമാനിച്ചു. ഇനി ഊരി വെക്കുന്നില്ല. മിടുക്കിയാണല്ലോ, എല്ലാ പഴുതും അടച്ചു. നീ ഇപ്പം വന്നതെന്താ? ആ പഴയ തലമുറയ്ക്ക് താല്പര്യമുള്ള ചില കാര്യങ്ങളുടെ ആലോചന താഴെ നടന്നുകൊണ്ടിരിക്കുക. രണ്ടാളോടും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. സത്യാമ്മ വിളിച്ചു. സത്യമ്മ വിളിച്ചോ? അല്ല അമ്മ. ഞാൻ അവിടെ നോക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.